ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് ചേർന്ന് ഈശോയുടെ തിരുമുഖത്തേക്ക് ധ്യാനത്തോടെ നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് വഴിയൊരുക്കി തരുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു ജപമണികളെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച്, രഹസ്യങ്ങളിൽ ആഴ്ന്നിറങ്ങി കിടക്കുന്ന ചില വലിയ സത്യങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നമ്മൾ ഓരോ ദിവസവും പ്രത്യേക നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് വചനം പഠിച്ച് നമ്മളൊരു പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്ത് ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാൻ ഒരു പരിശീലനം തേടി മുമ്പോട്ട് പോവാണ്. ഈ ഒക്ടോബർ മാസം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. ശലോമിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി മനുഷ്യരിലേക്ക്, ഒത്തിരി പാവപ്പെട്ട മനുഷ്യരിലേക്കൊക്കെ ഈശോയുടെ വചനം എത്തുന്നു. കർത്താവിനെ അവർക്ക് ആരാധിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാൻ പറ്റുന്നു. വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന, വാട്സാപ്പ് വഴി നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എടുക്കുന്നു, കാണുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നേരത്തെയൊക്കെ അറിയിച്ചതുപോലെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകാൻ വേണ്ടി പോവാണ്. നിങ്ങൾ എഴുതി സമർപ്പിച്ച പ്രാർത്ഥനകളെല്ലാം വീണ്ടും നമ്മൾ ഒരുമിച്ച് എടുക്കും. മധ്യസ്ഥ പ്രാർത്ഥനയായി ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കും. കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ ഇതെല്ലാം നമുക്ക് മേടിച്ചു തരും. അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിത് പ്രത്യേകമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും തുടർന്ന് നമ്മുടെ ആരാധനയിൽ നമ്മൾ സമർപ്പിക്കുകയും ചെയ്യുക എല്ലാ കുടുംബങ്ങളെയുമാണ്. നമ്മളൊരു പ്രത്യേക നിയോഗമായിട്ട് ഏറ്റെടുത്ത് എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടുക്കുകയാണ്. കുടുംബങ്ങളെ വെറുതെ സമർപ്പിക്കുകയല്ല, എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധിയുള്ള മാതാപിതാക്കൾ, മക്കള്, ജീവിത പങ്കാളി, എല്ലാവരും മാതാപിതാക്കളും വിശുദ്ധിയിലേക്ക് വളരണം. നമ്മുടെ കുടുംബം വിശുദ്ധിയുടെ ഗുരുകുലമായി മാറണം. നമ്മുടെ മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ആ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയണം. കുടുംബങ്ങളിലൊക്കെ ഒത്തിരി അപജയങ്ങള്, വിള്ളലുകള്, പാപത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ ഒരു കുടുംബനാഥയായിരുന്നു. ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ അമ്മ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ കണ്ണീരൊഴുക്കുന്നുണ്ട് അതിനുവേണ്ടി, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ. ഇവിടെ നമ്മളിന്ന് പ്രത്യേക നിയോഗമായിട്ട് ഏറ്റെടുക്കുക കുടുംബങ്ങളെയാണ്. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു പ്രാർത്ഥന ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? നമ്മളിപ്പോൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കാം. വീട്ടിലല്ലെങ്കിൽ പോലും നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളി, സഹോദരങ്ങൾ, മക്കള്, കുടുംബത്തിലുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളെ കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ കരം പിടിച്ച് ജപമണികൾ എണ്ണി ഈശോയിലേക്ക് ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ യാത്ര. ഞാൻ ഒറ്റയ്ക്കല്ല വിശുദ്ധിയുടെ പാത നടക്കുന്നത്. എൻ്റെ കുടുംബവും വിശുദ്ധിയിലേക്ക് വളരണം. ഈശോയെ സേവിക്കുന്ന വിശുദ്ധമായൊരു കുടുംബമായി എൻ്റെ കുടുംബവും മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് സമർപ്പിക്കുക. അമ്മ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയിലേക്ക് അടുക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഒരു കുടുംബത്തെ അമ്മ മുന്നോട്ട് നയിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും നയിക്കാൻ അമ്മ നാഥയായി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണമേ. നമുക്ക് ചേർന്ന് ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകമായിട്ടൊരു വചനം പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം. നമുക്കിന്നൊരു നമ്മുടെ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ ഒരു നിയോഗം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ട, ഹൃദിസ്ഥമാക്കേണ്ട ഒരു വചനം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. ഒത്തിരി പേർക്കും കാണാതെ അറിയാവുന്ന ഒരു വചനമായിരിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ജപമാലയുടെ ഒരു ലക്ഷ്യം തന്നെ നമുക്കവിടെ കാണിച്ചു തരുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ചത് വായിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമുക്കൊരു ബോധ്യം, പരിശുദ്ധാത്മാവ് നമുക്കൊരു ബോധ്യം ഈ വചനത്തോട് തരികയാണ്. വിശുദ്ധരുടെ ഒരു വലിയ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, വിശുദ്ധിയിലേക്കാകാൻ വേണ്ടി നമ്മുടെ മുമ്പേ നടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ചുറ്റുമുണ്ട്. ആ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് പരിശുദ്ധ മറിയം. നമുക്കറിയാം, വിശുദ്ധർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല സ്വർഗം, തിരുസഭ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അല്പം കൂടെ ഉയർന്ന ഒരു ലെവലിലുള്ള ഒരു ആദരവും ബഹുമാനവുമാണ്, വണക്കവുമാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധരുടെ ഒരു സാക്ഷ്യ സമൂഹം നമ്മുടെ മുമ്പിൽ മാതൃകയായും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമ്മുടെ മുൻപിലുള്ളപ്പോൾ, ആ മുൻനിരയിൽ, ആ വിശുദ്ധരുടെ ഗണത്തിൻ്റെ മുൻനിരയിൽ വിശുദ്ധരുടെ രാജ്ഞിയായി പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട്. വിശുദ്ധരുടെ സാക്ഷ്യ സമൂഹത്തിൻ്റെ ലീഡിങ് റോളിൽ പരിശുദ്ധ അമ്മയാണ്. ആ അമ്മ അവിടെ നിൽക്കുന്നതുകൊണ്ടും ഈ വിശുദ്ധർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എഴുതിയ കർത്താവ് നമ്മളോട് പറയുകയാണ്, ലേഖനകർത്താവ് നമ്മളോട് പറയുകയാണ്, നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള ഈ ഓട്ടപ്പന്തയം നമുക്ക് ഓടിത്തീർക്കാം. 2 കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പാപങ്ങളും. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പാപങ്ങളും നമുക്ക് ഉപേക്ഷിച്ച് കളയേണ്ടത് ഈ ജപമാല വഴിയാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ഒരു കാര്യമുണ്ടല്ലോ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം, എൻ്റെ എത്ര ആകുലതകളാണ് ഞാൻ ജപമാലയെ സമർപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജപമാല വഴി നമ്മുടെ ഭാരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മ അതെടുത്ത് ഈശോയ്ക്ക് കൊടുത്തോളും, സ്വർഗത്തിന് സമർപ്പിച്ചോളും. ഒപ്പം തന്നെ നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും എല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് ഈ ജപമാലയിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അമ്മ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടും. ജപമാല കയ്യിലെടുക്കുന്നത് ഒരു വിശുദ്ധിയുടെ അടയാളമാണെന്ന് ലോകം തിരിച്ചറിയും. കാരണം ഒരിക്കൽ പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്നവർ, ആ കുഴിയിലേക്ക് പതിച്ചു പോയവർ, വീണ് അതിൻ്റെ എല്ലാ സങ്കടങ്ങളും അനുഭവിച്ചവർ, അതിൻ്റെ എല്ലാ കറകളും അനുഭവിച്ചവർ തിരിച്ചു കയറിപ്പോകുന്നത് അമ്മയുടെ പ്രാർത്ഥന വഴിയാണ്. അമ്മ സ്വർഗത്തിൽ നിന്ന് ഈ ജപമാല ഈ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് നീട്ടിക്കൊടുത്തപ്പോൾ ആ ജപമാലയിൽ പിടിച്ചാണ് പല പാപികളായ മനുഷ്യരും അവർ ഈശോയിലേക്ക്, വിശുദ്ധിയിലേക്ക് നടന്നെടുത്തത്. ഹെബ്രായർക്കുള്ള ലേഖനകർത്താവ് നമ്മളോട് വീണ്ടും പറയാണ്, നമുക്ക് ഈ വിശുദ്ധരുടെ സാക്ഷി സമൂഹം ഉള്ളതുകൊണ്ട് ഓട്ടം നമ്മൾ പൂർത്തിയാക്കണം, ഭാരവും പാപവും നമ്മൾ ഒഴിവാക്കണം. ആരെ നോക്കി വേണം ഓടാൻ? ഈശോയെ നോക്കി വേണം ഓടാൻ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ആ ബോധ്യങ്ങൾ നമുക്കൊന്നും കൂടെ ഉറപ്പിച്ചു തരികയാണ്. മുമ്പിൽ ഈശോയാണ്. ജപമാലയുടെ ലക്ഷ്യവും നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് എത്തുക. പിന്നെ ഈ ലേഖനകർത്താവ് നമുക്കൊരു ബോധ്യം കൂടെ തരികയാണ്, പരിശുദ്ധ അമ്മയും വിശുദ്ധരും എല്ലാം ഒരു കുടുംബമായി ചേർന്ന് നിന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി, നമ്മൾ വിശുദ്ധിയിലേക്ക് എത്താൻ, ഈശോയിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്നൊരു പ്രത്യേക നിയോഗമായിട്ട് കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുമ്പോൾ ഈ ഒരു വചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ കാണാപ്പാടം പഠിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം നിറയണം, നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്കൊരു കുടുംബം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. വിശുദ്ധരുടെ സമൂഹം, വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ, പരിശുദ്ധ അമ്മയുടെ ആ നാഥയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ, ഒരു വിശുദ്ധ കൂട്ടായ്മ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മ നമ്മളെ ശക്തിപ്പെടുത്തുന്നതുകൊണ്ടും നമ്മൾ പാപത്തിലേക്ക് വീണ് പോയാലും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഈ വെളിച്ചങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും നമുക്ക് ഈ ഓട്ടപ്പന്തയം പൂർത്തിയാക്കണം ഈശോയെ നോക്കിക്കൊണ്ട്. ആ ഓട്ടപ്പന്തയം പൂർത്തിയാക്കാൻ സാധിക്കാത്തവരുണ്ട്. ഭാരം ചുമന്ന് നടക്കുന്നവർ, പാപം ചുമന്ന് നടക്കുന്നവർ. നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തി എന്താണെന്ന് അറിയോ? നമുക്ക് ഒരു ജപമാല ലോകത്തിൻ്റെ എല്ലാ പാപത്തിനും പരിഹാരമായിട്ട്, ഇപ്പോൾ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരമായിട്ട്, പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ അശുദ്ധി നിറഞ്ഞതിന് പരിഹാരമായിട്ട്, കുടുംബങ്ങളിലുള്ള സാത്താൻ്റെ തേർവാഴ്ചയ്ക്ക് അതിന് വാതിൽ തുറന്നു കൊടുത്തവർക്ക് പരിഹാരമായിട്ട് നമുക്കിന്നൊരു ജപമാല പരിഹാരമായി ചൊല്ലി പ്രാർത്ഥിക്കണം. 5 രഹസ്യങ്ങൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി, പ്രത്യേകിച്ച്
പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ഒരു സമാധാനത്തിലേക്ക് ലോകം മുഴുവൻ എത്താൻ, ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായി, എല്ലാ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടാനായി, കുടുംബത്തിലെ പാപത്തിൻ്റെ കറകൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങളെല്ലാം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കാൻ, കുടുംബം വിശുദ്ധിയുടെ ഒരു ഇടമായി മാറാൻ വേണ്ടി നമുക്ക് ജപമാല ചെല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭവനത്തിൽ പാപത്തിൻ്റെ ചില ചങ്ങലകൾ നമ്മളെ കുരുക്കുന്നുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലുണ്ടാകാം പാപത്തിന് അടിമപ്പെട്ടു പോയവർ. അവർക്ക് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അവർ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി നമുക്കിന്ന് ജപമാല ഒന്ന് കരങ്ങളെടുക്കണം. ആ ജപമാല ശക്തിയുള്ളതാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ജപമാലയ്ക്ക് നന്ദി പറയുന്നുണ്ട്, ഈ ആയുധത്തിന് നമ്മൾ സ്വർഗത്തിന് നന്ദി പറയുന്നുണ്ട്. ആ ജപമാല ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് കരങ്ങളിലെടുത്ത് പിടിക്കാവോ? ഇന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗം ചെറുതല്ല. ലോകത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിന് വേണ്ടി നമ്മൾ ഈ ജപമാല ഇന്ന് കരങ്ങളിലെടുക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഈ ജപമാല ഇന്ന് കരങ്ങളിലെടുക്കുകയാണ്. വലിയൊരു നിയോഗത്തിന് വേണ്ടിയാണ്. ആ വലിയൊരു നിയോഗം വലിയൊരു യുദ്ധമായതുകൊണ്ട് വലിയ ശക്തിയും ആവശ്യമാണ്. നമുക്ക് കരങ്ങളെടുത്ത് പിടിക്കാം. ജപമാല കണ്ണുകളൊരു നിമിഷം അടയ്ക്കാവോ? സ്വർഗത്തിൻ്റെ ഈ വലിയ സമ്മാനം ഒരല്പം കൂടി ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൽ നിങ്ങൾ ഏത് സ്ഥലത്തിരുന്നാണ് ഈ ശുശ്രൂഷ കൂടുന്നതെങ്കിലും നിങ്ങളുടെ ഭവനത്തെ മുഴുവൻ ഈ ജപമാലയിൽ എടുത്തുയർത്തുക. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ പാപങ്ങളും ഈ ജപമാലയിൽ എടുത്തുയർത്തുക. ആ ജപമാലയ്ക്ക് ഒരു ശക്തിയുണ്ട്. നാളിതുവരെ നമ്മൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളുടെയും കൃതജ്ഞതയുടെയും ശക്തി, ആ ശക്തി ഒരിക്കൽ കൂടി ഇരട്ടിയാവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു ബോധ്യത്തോടെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹചങ്ങലയെ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ശക്തി ദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിക്കുന്നവരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. അമ്മേ എന്നമ്മേ, സ്നേഹത്തിനമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയോടൊപ്പം സ്നേഹത്തിൻ കൂട്ടായി വരണേ. ഈശോയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് തുടർന്നും സമർപ്പിക്കാം. നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ ശക്തിപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത്, വിശുദ്ധി. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും, നമ്മൾ ഓരോ തവണ ജപമാല ചെല്ലുമ്പോഴും അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് നമ്മുടെ ജീവിത വിശുദ്ധി, നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധി. നമ്മൾ നടക്കേണ്ട ഒരു വഴി ഉണ്ട്, വിശുദ്ധരുടെ വഴി. നമ്മളൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് വിശുദ്ധരുടെ കൂട്ടായ്മ. ഹെബ്രായർ 12:1-2 വാക്യങ്ങളിൽ നമ്മളതാണ് വായിച്ചതും ധ്യാനിച്ചതും ഇന്ന് കാണപ്പടം പഠിക്കുന്നതും ആയ ആ വചനത്തിൻ്റെ അർത്ഥം, ധ്വനി ഒക്കെ അതാണ്. നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മ വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. നമ്മളൊരു വിശുദ്ധ കുടുംബത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബങ്ങൾ ആ വിശുദ്ധരുടെ വലിയ സമൂഹത്തിൻ്റെ ഭാഗമായി മാറണം. അവർ നടന്നൊരു വഴിയുണ്ട്, ഈശോയുടെ വഴി, വിശുദ്ധരുടെ പാത എന്നാണ് നമ്മളതിനെ പഴയ നിയമത്തിൽ കാണുക. നമുക്ക് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. അതിൻ്റെ 35-ാമത്തെ അധ്യായം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം. അതിൻ്റെ 8-10 വാക്യങ്ങളിൽ വിശുദ്ധർ നടന്ന ഒരു വഴിയെക്കുറിച്ച് വചനം നമുക്ക് ഒരു ബോധ്യം തരുന്നുണ്ട്. പ്രൊഫറ്റ് ഐസയ ചാപ്റ്റർ 35 വേഴ്സ് 8-10. അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും,
വിശുദ്ധ വീഥി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ പ്രവേശിക്കുകയില്ല, ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹം ഉണ്ടായിരിക്കുകയില്ല, ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മളിത് വായിച്ചു കേട്ടത്. 35-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐശ്വര്യപൂർണമായൊരു ഭാവി. അടിമത്തത്തിൽ കഴിഞ്ഞ യഹൂദ ജനത്തിന് പ്രവാചകൻ വഴി കർത്താവ് ഒരു ബോധ്യം നൽകുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ധ്യാനിച്ചപ്പോൾ, മഹിമയുടെ രഹസ്യമൊക്കെ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഒരു ഭാവി നമുക്കുണ്ട്. ദുഃഖത്തിലോ സങ്കടത്തിലോ പരാജയത്തിലോ അവസാനിക്കാനുള്ളതല്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരു മഹത്വത്തിൻ്റെ വഴി കൂടി ഒരുക്കിയിട്ടുണ്ട്. ആ ഭാവിയിൽ നമ്മൾ നടക്കേണ്ട ഒരു വഴിയെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം നമുക്ക് ബോധ്യം നൽകിയത്. വിശുദ്ധരുടെ വീഥി, വിശുദ്ധ വീഥി, വിശുദ്ധർ നടക്കുന്ന വഴി. പരിശുദ്ധ അമ്മ ഈ ജപമാല കരങ്ങളിൽ എടുക്കുന്നവരെ എല്ലാം ക്ഷണിക്കുന്നത് ആ വഴിയിലേക്കാണ്, വിശുദ്ധർ നടന്ന വഴി. നമുക്കറിയാം, പരിശുദ്ധ ജപമാലയുടെ ഭക്തി പ്രോത്സാഹിപ്പിച്ച എന്തോരം പുണ്യാത്മാക്കളുണ്ട്. നമ്മൾ ജോൺ പോൾ പാപ്പയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു. നമുക്കറിയാവുന്നതാണ് വിശുദ്ധ മോൺഫോർട്ട്, ലൂയി മോൺഫോർട്ട്, വിശുദ്ധ പാദ്രെ പിയോ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ജീവിക്കുകയും മരിക്കുകയും നല്ലൊരു വിശുദ്ധ ജീവൻ നയിക്കുകയും ചെയ്ത കർദിനാൾമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിശുദ്ധരായ ബിഷപ്പുമാരെ കുറിച്ചുണ്ട്, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, എല്ലാവരെയും നമുക്കറിയാം. നമുക്ക് പ്രത്യേകമായിട്ട് അടുത്ത് അറിയാവുന്ന ഒരു കർദിനാളാണ് കർദിനാൾ വാൻ തുവാൻ. ഒരു വലിയ അടിമത്തത്തിൻ്റെ, ഒരു ജയിൽവാസത്തിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാളിൽ അമ്മയോട് ചോദിച്ച് മേടിച്ചൊരു അത്ഭുതം, സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ജീവിത കഥ, പ്രത്യാശയുടെ സാക്ഷ്യം, ദ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന വളരെ സുന്ദരമായ പുസ്തകത്തിൽ ഈ കർദിനാൾ രേഖപ്പെടുത്തുന്നുണ്ട്. അമ്മയോടുള്ള ഭക്തി നിർബന്ധം പിടിച്ച് ഈ കർദിനാൾ ചോദിക്കുകയാണ്, ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ ദിവസം എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. അങ്ങനെ ഒരു വീട്ടു തടങ്കലിൽ നിന്ന് ഈ കർദിനാളിന് അത്ഭുതകരമായ വിധം സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒത്തിരി വിശുദ്ധരുടെ, പുണ്യാത്മാക്കളുടെ ജീവിതത്തിൽ ഈ ജപമാലയ്ക്കുണ്ടായിരുന്ന സ്ഥാനം, പരിശുദ്ധ അമ്മയുടെ സ്ഥാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വിശുദ്ധരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. ഞങ്ങൾ നടന്ന ഈ വിശുദ്ധ വഴി, മുമ്പിൽ ഈ കുടുംബത്തിൻ്റെ, ഈ വിശുദ്ധ കൂട്ടായുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുണ്ട്. ഏറ്റവും അങ്ങേയറ്റത്തെ ലക്ഷ്യമായിട്ട് ഈശോയുണ്ട്. ഈ അമ്മയുടെ വഴിയെ, അമ്മ കാണിച്ചു തന്ന ഈ ജപമണികളുടെ വഴിയെ നടന്ന വിശുദ്ധർ നമ്മളെ ക്ഷണിക്കുന്നതും ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന, ഇവർ നടന്ന് വിജയിച്ച ആ വിശുദ്ധരുടെ വീതിയിലേക്കാണ്. എന്ന് വെച്ചാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മളിൽ നിന്നെല്ലാം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്നെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്, സ്വർഗം ആഗ്രഹിക്കുന്ന, ഈ വിശുദ്ധരുടെ കൂട്ടായ്മ കുടുംബം ആഗ്രഹിക്കുന്നത് നമ്മൾ വിശുദ്ധരാവണം എന്നുള്ളതാണ്. അതിലൊരു കോംപ്രമൈസും, അതിൽ കുറഞ്ഞതൊന്നും വിശുദ്ധര്, പരിശുദ്ധ അമ്മ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധരുടെ വീതി നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിലേക്കാണ്. എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ സുന്ദരമായിട്ട് പൗലോസ്ലീഹ പറയുന്നില്ലേ, 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി, പാപങ്ങളൊന്നുമില്ലാതെ, ശുദ്ധമായൊരു ഹൃദയത്തോടെ നമ്മൾ ജീവിക്കണം. നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്ന് പൗലോസ്ലീഹ പറയാണ്. പൗലോസ്ലീഹ വീണ്ടും മറ്റെഴുത്തുകളിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വിളിക്കപ്പെട്ട തെസ്സലോനിക്കക്കാർക്ക് എഴുതുമ്പോൾ 4-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അശുദ്ധിയിലേക്കൊന്നും അല്ല വിളിച്ചേക്കുന്നത്, എന്തിലേക്കാണ്? വിശുദ്ധിയിലേക്കാണ്. ജപമാല കരങ്ങളിൽ എടുക്കുമ്പോൾ നമുക്ക് ശക്തി കിട്ടുന്ന എന്തിലേക്കാണെന്നറിയോ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വിശുദ്ധരാവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആയുധമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജപമാല പ്രാർത്ഥന. അതാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ടൊക്കെ ആ ജപമാല ഭക്തിയൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചത്, മരിയ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചത് പ്രത്യേകമായിട്ടും. അമ്മയോട് ചേർന്ന് നിന്നാൽ വിശുദ്ധരാവാതെ തരമില്ല. കാരണം ഈ അമ്മ ഒരു കുടുംബത്തിൻ്റെ അംഗമാണ്. ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് സങ്കടങ്ങൾ കാണും. എന്താണ് ഈ എൻ്റെ കുടുംബത്തിൽ ഈ ഒരു വ്യക്തി മാനസാന്തരപ്പെടാതെ എന്തുകൊണ്ടാണ് വിശുദ്ധിയിലേക്ക് വരാത്തത്? അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തുകൊണ്ട് എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ധ്യാനങ്ങൾ കൂടിയിട്ടും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് വിശുദ്ധിയിലേക്ക് വരാൻ പറ്റാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കും വ്യക്തിജീവിതങ്ങളിലേക്കൊക്കെ പരിശുദ്ധ അമ്മ വഴി കിട്ടുന്നുണ്ട്. പല തരത്തിലുള്ള കുടുംബങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു തരത്തിൽ നമ്മളിപ്പോൾ ഒരു 2-3 തരത്തിലുള്ള കുടുംബങ്ങളെ എടുത്താൽ അതിലൊരു ഭാഗമായിരിക്കും നമ്മൾ. ഒന്ന്, ജീവിത സാഹചര്യം നല്ലതായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശുദ്ധരായ മാതാപിതാക്കൾ, പാരമ്പര്യമായിട്ട് പള്ളിയോടൊക്കെ ചേർന്ന് നിന്ന്, സഭയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന വിശുദ്ധരായ മാതാപിതാക്കളുള്ളൊരു കുടുംബം. ആ സാഹചര്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ എളുപ്പമാണ്. നമ്മൾ ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം ഷെക്കേമിലെ ഉടമ്പടി കാണുന്നുണ്ട്.
ഒരു കുടുംബത്തിനൊരു വലിയ എക്സാമ്പിളാണ്. ജോഷുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ വീണ്ടും വീണ്ടും വിശുദ്ധിയിലേക്ക് വളരാൻ, അവരുടെ തലമുറ അടുത്ത ലെവൽ ഓഫ് വിശുദ്ധിയിലേക്ക് എത്താൻ വേണ്ടി അമ്മ സ്വർഗം തുറന്ന് ഈ സഹായം നമുക്ക് തന്നുകൊണ്ടിരിക്കും. രണ്ടാമതൊരു കുടുംബമുണ്ട്, വിശുദ്ധിയെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ ഒന്നും അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കാത്ത കുടുംബം. അവർക്ക് ചിലപ്പോൾ മറ്റു കാര്യങ്ങളായിരിക്കും ഒത്തിരി ശ്രദ്ധ. ഈ പരിശുദ്ധി, വിശുദ്ധി, പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. മാതാപിതാക്കൾക്ക് ആ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് മക്കൾക്കും ആ ശ്രദ്ധയില്ലാത്ത കുടുംബങ്ങളുണ്ട്. അവർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ല. അവരിങ്ങനെ അങ്ങ് എഴുന്നേക്കുന്നു, കിടക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. വെളിപാട് പുസ്തകം അങ്ങനെയുള്ള കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു വാണിംഗ് തരുന്നുണ്ട്. ചൂടും തണുപ്പും ഇല്ലാത്തത് കൊണ്ട്, മന്ദോഷ്ണനായതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു. പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിനോ നമ്മുടെ കുടുംബങ്ങൾക്കോ ഒന്നും അങ്ങനെ ഒരു ശാപം ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവില്ല. നമ്മളൊന്ന് തിരിച്ചു വരാൻ പരിശ്രമിച്ചാൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ കൃപ ചൊരിഞ്ഞ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ ആ വാക്കിൻ്റെ ഒരു പങ്ക് നമുക്ക് തരും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. മറിയം കൃപ നിറഞ്ഞവളായിരുന്നു. നന്മ നിറഞ്ഞ മറിയം ഓരോ തവണ ചെല്ലുമ്പോഴും നമ്മളത് ഓർക്കുന്നുണ്ട്. ആ നന്മ നിറഞ്ഞ മറിയം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചൊല്ലി ഉയർത്തുമ്പോൾ ഓർക്കണം, മന്ദോഷ്ണതയിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് അമ്മയ്ക്ക് ലഭിച്ച ആ കൃപയുടെ സമൃദ്ധിയിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കണേ നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൃപയിൽ അവർ ഈശോയിലേക്ക്, വിശുദ്ധിയിലേക്ക്, വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക്, ആ കുടുംബം വിശുദ്ധിയിലേക്ക് എത്തിക്കോളും. ഇനി മൂന്നാമതൊരു ടൈപ്പ് കുടുംബമുണ്ട്, പാപത്തിൻ്റെ പടുകുഴിയിൽ ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബം. ദൈവത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ ആഗ്രഹമില്ല. അതിനെതിർപ്പാണ്. സഭയ്ക്കെതിരെ, ജപമാലയ്ക്കെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ, കൂദാശകൾക്കെതിരെ, എല്ലാം വിശുദ്ധിക്കെതിരെ, വിശുദ്ധ ഗ്രന്ഥത്തിനെതിരെ. അങ്ങനെ പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്നവരെ പോലും അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യമാണ് നമുക്ക് ഒത്തിരി ജീവിതങ്ങളും ഒത്തിരി കുടുംബങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പാപത്തിൻ്റെ പടുകുഴിയിൽപ്പെട്ട് ഈശോയിൽ നിന്ന് ഒത്തിരി അകന്നു പോയവർക്ക് വേണ്ടിയും ഈ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അമ്മ പ്രാർത്ഥിക്കുന്നത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ വിളിക്കില്ലേ സർവ്വജനപദങ്ങളുടെയും നാഥ. സർവ്വജനപദങ്ങളുടെയും നാഥ എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാവരും ഉൾക്കൊണ്ട്. പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്നവരെ പോലും അമ്മ തിരിച്ചവർ കയറിപ്പോരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ജപമാല അമ്മ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കും. അവരിൽ ആർക്കെങ്കിലും ഒരു സ്പിരിറ്റ് പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകം കൊടുക്കും, ജപമാല ചൊല്ലാനുള്ളൊരു അഭിഷേകം കൊടുക്കും. ആ വീട്ടിൽ ആരും ഇല്ലെങ്കിലും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ ആളുകളെ നിയോഗിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ജപമാല, ഈ കരുണയുടെ ചരട് ആ വീട്ടിലേക്ക് ഇട്ട് കൊടുത്ത് ആ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആ കുടുംബത്തെ അറിയാവുന്നവരോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ കരുണ ഈ ജപമാലയിലൂടെ, ഈശോയുടെ കരുണ ഈ ജപമാലയിലൂടെ ഒഴുകി അവരിലേക്കെത്തും. അവർക്ക് തിരിച്ചു കയറി പോരാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ നിയോഗം നമ്മുടെ മേലേക്ക് ഈശോ ഏൽപ്പിച്ചിരിക്കുകയാണ്, പരിശുദ്ധ അമ്മ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാമായിരിക്കും നമ്മുടെ കുടുംബം ചിലപ്പം വിശുദ്ധിയിലായിരിക്കാം, ജോഷുവയുടെ കുടുംബം പോലെയൊക്കെ ആയിരിക്കാം, കർത്താവിനെ സേവിക്കുന്നൊരു കുടുംബമായിരിക്കാം. പക്ഷേ നമുക്കറിയാം ചില കുടുംബങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ വിശുദ്ധിയിലല്ല. നമ്മൾ പരാതി പറയേണ്ട, അവർക്ക് നേരെ വിരൽ ചൂണ്ടണ്ട, അവരെന്താ നന്നാവാത്തതെന്ന് പറയണ്ട. അങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷേ നമുക്കൊരു ജപമാല കയ്യിലെടുക്കാം. ആ ജപമാല എടുത്ത് കർത്താവിൻ്റെ കരുണ ആ കുടുംബങ്ങളിലേക്ക് നിറയാൻ, പരിശുദ്ധമ്മയുടെ ഒരു സാന്നിധ്യം ഈ വീടുകളിലേക്ക് നിറയാൻ, ഈശോയെ അവർ തിരിച്ചറിയാൻ, ജപമാലയുടെ ശക്തി എത്ര വലുതാണെന്ന് ആ കുടുംബങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വിശുദ്ധിയിലേക്ക് എല്ലാവരും വളരണം. അതിനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ ചങ്ങല നമുക്ക് പിടിച്ചു കയറി വരാനുള്ള വലിയൊരു പിടിവള്ളിയാണ് ഈ ജപമാല. നമുക്കത് ചെല്ലണം, നമുക്കത് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ തുടർന്നുള്ള സമയത്ത് ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈ ശുശ്രൂഷ നമ്മൾ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളിത് കേട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ വചനം പഠിക്കണം, ആ വചനം അനുസരിച്ച് ജീവിക്കണം, നമ്മൾ പറഞ്ഞ പുണ്യപ്രവൃത്തികൾ ചെയ്യണം. നമുക്ക് സ്വന്തമായിട്ട് നിയോഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് മനുഷ്യരെ നമുക്കറിയാലോ, ജീവിതാവശ്യങ്ങളുള്ളവർ, ഈ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഉള്ളവർ, അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അങ്ങനെയുള്ള നിയോഗങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളാവട്ടെ, കുടുംബത്തിൻ്റെ ആവട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവട്ടെ, ഈ കുടുംബത്തിനൊരു പ്രാർത്ഥന ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ എഴുതി അറിയിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാട്സാപ്പിൽ നിങ്ങൾ ആ മെസ്സേജുകളൊക്കെ അയയ്ക്കുക. ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയുടെ സമയത്തേക്ക് നമ്മൾ കയറുകയാണ്. അമ്മയോട് കൂടെ ഈശോയെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കുടുംബത്തെ നമുക്ക് നമ്മുടെ ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇല്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കാത്തവർ ഒത്തിരി പേരുണ്ടാവും.
കുടുംബത്തിലെ അംഗങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിരിക്കാം, പല രാജ്യങ്ങളിലോ പല സ്ഥലങ്ങളിലോ ജോലിക്കോ പഠനത്തിനോ ഒക്കെ വേണ്ടി, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടും അതിന് താല്പര്യമില്ലാത്തൊരു നിങ്ങളുടെ കുടുംബങ്ങളുണ്ടായിരിക്കും. മനസ്സിൽ അവരെല്ലാം ഒന്ന് കൊണ്ടുവന്നേ. എന്നിട്ട് ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് അവരെല്ലാം കൊടുക്കാം. പരിശുദ്ധ അമ്മയോട് പറയാം, ഇവരെല്ലാം ഒരുമിച്ച് കൂടണേ. ഒരു ദിവസം ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾ കുടുംബങ്ങളെല്ലാം, കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് ഈശോ ആരാധിക്കുന്ന ഒരു ദിവസം പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന്, നടത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കുക. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗ സൈന്യാധിപേ, സകല ജനപദങ്ങളുടെയും നാഥേ, കുടുംബങ്ങളുടെ മധ്യസ്ഥേ, അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമേ. യോഹന്നാന്റെ വീട്ടിൽ താമസിക്കാൻ അമ്മ തീരുമാനിച്ചതുപോലെ തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥയായും തിരുക്കുടുംബത്തിന്റെ നാഥയായും അമ്മ ജീവിച്ചതുപോലെ എൻ്റെ കുടുംബത്തിലേക്ക് അമ്മയും വരണമേ. ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഭയഭക്തി ബഹുമാനത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അടിയനിതാ. അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ കീഴിലേക്ക്, സ്നേഹം നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഈ കൂട്ടായ്മയെ സമർപ്പിക്കുകയാണ്. ഈശോ, അങ്ങേ അമ്മയുടെ കരം പിടിച്ച് അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആഴം തേടി, ആഴത്തിലെ സ്നേഹം തേടി ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെങ്കിലേക്ക് പടിപടിയായി വളരുകയാണ്. ഞങ്ങളുടെ ആശ്രയം നീയാണ്, ഞങ്ങളുടെ സങ്കേതം നീയാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കോട്ടയും അഭയശിലയും ശക്തിദുർഗവും കർത്താവേ നീ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് നോക്കാം. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സന്ദിഗ്ധാവസ്ഥകളിലും, തീരുമാനമെടുക്കേണ്ട സമയങ്ങളിലും, സങ്കടങ്ങളിലും വേദനകളിലും ഒക്കെ നിന്റെ സങ്കേതം ഈശോയാണ്, നിന്റെ രക്ഷ ഈശോയാണ്, നിന്റെ കോട്ട, നിന്നെ സംരക്ഷിക്കുന്നവൻ കർത്താവാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 20:17 നമ്മളിങ്ങനെ വായിക്കുന്നു, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, എനിക്ക് ശക്തി നൽകുന്ന കർത്താവ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നില്ല. കർത്താവെ, അങ്ങേ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ എന്തിനേക്കാൾ അപ്പുറമായി നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ ഒന്നായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നായി ഈ സമയം അങ്ങേ ആരാധിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് എത്തട്ടെ. ജീവിക്കുന്ന കർത്താവേ, ഒരു കൂട്ടായ്മയായി, ഒരു കുടുംബമായി
ഞങ്ങളങ്ങെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ ശക്തിയെ ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടിക്കുകയും കർത്താവെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. അടിയനിതാ ദേവാ, ഓ ഈശോയെ, അടിയനിതാ ദേവാ, അടിയനിതാ. പൂർണ്ണമായ ഒരു സമർപ്പണം നടത്തിക്കൊണ്ട് പാടിക്കേ. അടിയനിതാ, അടിയനിതാ. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടു തന്നുകൊണ്ട് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയാണ് കർത്താവേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയാണ് കർത്താവേ. ജീവിതം അങ്ങയുടെ മുൻപിൽ അടിയറ വെച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങേ ആരാധിക്കുകയാണ് കർത്താവേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എൻ്റെ ശക്തിദുർഗവും കർത്താവാണ്. സങ്കീർത്തനം 16:8 ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ മുൻപിലുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ സങ്കേതമേ, എൻ്റെ ശക്തിദുർഗമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ അടിയനെ പൂർണ്ണമായി സമർപ്പിച്ച് ആരാധിക്കുന്നു. സ്വരമുയരട്ടെ, ഹൃദയം തുറക്കട്ടെ, ശക്തമായി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. അടിയനിതാ സ്വയം സമർപ്പിച്ച് ആരാധിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് ആരാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് ആരാധിക്കുന്നു. എൻ്റെ ജോലി മേഖല, പഠനം, ശുശ്രൂഷ മേഖല, എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം അടിയനിതാ അങ്ങയുടെ മുൻപിൽ സമർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം, അവിടുത്തെ ആരാധിക്കാം, സമർപ്പിക്കാം. നമ്മുടെ ജീവിതം മുഴുവൻ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ സ്നേഹക്കോട്ടയ്ക്കുള്ളിൽ നമ്മൾ സംരക്ഷിക്കപ്പെടട്ടെ, നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടട്ടെ. ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. നീ എൻ്റെ രക്ഷകനും, ഈശോയെ നീ എൻ്റെ വൈദ്യനും, ഈശോ നീ എൻ്റെ ആലംബവും, ഈശോയെ നീ എൻ്റെ ദൈവം. പ്രാർത്ഥിച്ചേ, ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചേ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ഓ ഈശോയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. ഈശോയെ അടിയനിതാ, എൻ്റെ സ്നേഹമേ, ഈശോയെ അടിയനിതാ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ മക്കളെ അങ്ങ് വിളിച്ചു ചേർത്തല്ലോ. ഒരു കൂട്ടായ്മയായ ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയാണ്. ഈ പരിശുദ്ധ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തിപ്പെടുന്നത്, ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈശോയെ, ഇതിലും ആനന്ദം നൽകുന്ന മറ്റൊരു കാഴ്ച ഞങ്ങൾക്കില്ല. കർത്താവെ, പ്രത്യേകമായിട്ട് ഇന്ന് ഈ ആരാധന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചിട്ടാണ്. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, നമുക്ക് ബലം നൽകുന്നത്. നമ്മളിപ്പോൾ ഈ വചനം കേട്ട് ധ്യാനിച്ച ഈ മണിക്കൂറുകൾ, ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വിശുദ്ധി നിറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക മധ്യസ്ഥം നമ്മൾ തേടിയിട്ടുണ്ട്. ഒരു കുടുംബനാഥിയായിരുന്ന അമ്മ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈശോ ജനിച്ചത് അങ്ങനെ ഒരു കുടുംബത്തിലാണ്. അപ്പം ഈശോയ്ക്ക് അറിയാം നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധിയിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യം, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ തമ്പുരാൻ അറിയാം. അതെല്ലാം നമ്മൾ ഈ സമയം ഈശോയെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയെ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ആ വീട്ടിലേക്ക് നീ ഒന്ന് വരണം. എൻ്റെ വീട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ ആവശ്യമുണ്ട്, എൻ്റെ വീട്ടിൽ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കാനുണ്ട്. കണ്ണുനീരുകളെ തോരാത്ത ഒരു വീടാണ് എൻ്റെത്. രോഗങ്ങൾ മാറാത്ത കുടുംബാംഗങ്ങൾ എനിക്കുണ്ട്, കടബാധ്യതകളുണ്ട്, സങ്കടങ്ങളുണ്ട്. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ അവസ്ഥയിൽ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ സങ്കടങ്ങളാണ്. നമ്മളിപ്പോൾ ഈ ശുശ്രൂഷ ഒരുപക്ഷെ അങ്ങനെ അസ്വസ്ഥത നിറഞ്ഞൊരു ഭവനത്തിൽ നിന്നായിരിക്കാം കൂടുന്നത്, പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒരു മനോഭാവം, ഒരു തുറവി കിട്ടിയത് നിങ്ങൾ ഒരാൾക്ക് മാത്രമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചല്ലോ, നിങ്ങൾ ആരാധിക്കാൻ തീരുമാനിച്ചല്ലോ. നിങ്ങളുടെ ആ ബോധ്യമനുസരിച്ച്, നിങ്ങളുടെ ആ സ്നേഹമനുസരിച്ച്, നിങ്ങളുടെ നടത്തിയ സ്വയം സമർപ്പണം അനുസരിച്ച് ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. കർത്താവിലേക്ക് നോക്ക്, ആ ഈശോയോട് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ വീട്ടിൽ ഐശ്വര്യം വരണം, കടബാധ്യത മാറണം, രോഗങ്ങൾ മാറണം, സന്തോഷം വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് ഈ ആരാധനയിൽ ഹൃദയം തുറന്ന് ഈശോയെ ഞാൻ ചോദിക്കുകയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വാ. എൻ്റെ ഭവനത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറും, സങ്കടങ്ങൾ മാറും, കണ്ണുനീരുകൾ മാറും, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും, കടബാധ്യതകൾ മാറും, അസ്വസ്ഥതകളും ആശയക്കുഴപ്പങ്ങളും തർക്കങ്ങളും എല്ലാം മാറും. നീ വന്നാൽ മതി. കർത്താവ് ഇറങ്ങി വന്ന ഭവനം വിശിഷ്ടമാകും. ഈ സമൂഹത്തിൽ അതൊരു അത്ഭുതമായിട്ടൊരു സാക്ഷ്യമായിട്ട് എൻ്റെ കുടുംബവും കുടുംബാംഗങ്ങളും മാറും. ജോഷുവ ഷെക്കേമിൽ വെച്ചെടുത്ത ഉടമ്പടി നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയെ നോക്കുക, ഒരു തീരുമാനമെടുക്കുക. നീയും നിൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കണം. ആ കുടുംബത്തിൽ രക്ഷാധികാരിയായി കർത്താവ് പിന്നീട് സ്ഥാനം ഏറ്റെടുത്തോളും. അധികാരം കർത്താവിനാണ്. അവൻ ആ ഭവനത്തിൽ കുടുംബനാഥനായി രാജാവായി വാഴും. ഈശോയിലേക്ക് നോക്ക്, അവനെ വിളിക്കുക. കർത്താവേ, എൻ്റെ വീട്ടിലോട്ട് വാ. എൻ്റെ ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കെല്ലാം ഈശോയെ സ്നേഹമായി ഒന്ന് കടന്നു വരണമേ. രക്ഷയായി നീ ഒന്ന് കടന്നു വരണമേ. ആ വീട്ടിലെ ഇരുട്ട് മാറാൻ പ്രകാശമായി, നിത്യപ്രകാശമായി, സത്യവെളിച്ചമായി ഈശോയെ ഇന്ന് ഈ ആരാധനയുടെ മണിക്കൂറിൽ തന്നെ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ അകറ്റിയിടണേ. വീട്ടിലെ ഭാരങ്ങള്, ദുഃഖങ്ങള്, സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തോണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. സങ്കടങ്ങളെല്ലാം മാറ്റണമേ കർത്താവേ. വ്യക്തിപരമായ നിയോഗങ്ങള്, കുടുംബത്തിന്റെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഇരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയെ വരണമേ എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് സൗഖ്യമായി, സന്തോഷമായി നീ ഇറങ്ങി വരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖ
അകറ്റിയിടണേ. രക്ഷകനേശുവേ, ഓ ഈശോയെ വരണമേ, എന്നിൽ വന്നിടണമേ. എന്റെ ഭവനത്തിലേക്ക് വരണമേ കർത്താവേ. എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീ അകറ്റിയിടണേ. നീ അകറ്റിയിടണേ. നീ അകറ്റിയിടണേ. ഈശോയെ, എൻ്റെ ഭവനത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ. ആ ഭവനത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് നികത്താൻ പറ്റുന്നത് അങ്ങേക്ക് മാത്രമാണ് ഈശോയെ. എൻ്റെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. പ്രായമായവരെല്ലാം ഈശോ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ വീടിൻ്റെ കുറവുകൾ എന്തെന്നാന്ന് നിനക്കറിയാം ഈശോയെ. ആ കുടുംബങ്ങളിലെ ഇല്ലായ്മ എന്താണെന്ന് നിനക്കറിയാം ഈശോ. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമാണ്, എൻ്റെ വീട്ടിലേക്ക് സ്നേഹം തരണമേ. എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, എൻ്റെ മാതാപിതാക്കളെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ, എൻ്റെ മക്കളെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഒരു കളങ്കവും കൂടാതെ, ഒരു കുറവും കൂടാതെ സ്നേഹിക്കാൻ ഈശോയെ എന്നെ സഹായിക്കണമേ. സ്നേഹം തരണമേ. ഞങ്ങളുടെ ഭവനത്തെ പണിതുയർത്തുന്നത് കർത്താവേ ആ സ്നേഹമാവട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് ആ സ്നേഹമാകട്ടെ. ആ സ്നേഹം ഞങ്ങൾ ഒരിക്കൽ കൂടി അറിഞ്ഞാൽ അകന്നുപോയ ബന്ധങ്ങളെല്ലാം തിരിച്ചു വരും. അകന്നുപോയതെല്ലാം വീണ്ടും ആ സ്നേഹത്തിൽ ഒരുമിച്ച് ചേരും. ഞങ്ങളത് ഉറച്ച് വിശ്വസിക്കുകയാണ് ഈശോ. അങ്ങ് സ്വർഗം തുറന്ന് അങ്ങയുടെ കരങ്ങൾ എൻ്റെ ഭവനത്തിൻ്റെ മേലേക്ക് നീട്ടി ഈശോയെ, ഒരു മഴ പോലെ, സ്നേഹത്തിൻ്റെ മഴ പോലെ, അങ്ങയുടെ വലിയ സ്നേഹം, അളക്കാനാവാത്ത അങ്ങയുടെ സ്നേഹം, നിർത്താനാവാത്ത അങ്ങയുടെ സ്നേഹം ഈശോയെ എൻ്റെ വീട്ടിലേക്ക് അയക്കണമേ. ആ സ്നേഹം നുകർന്ന് ഞങ്ങൾ ആ വീട് പണിയട്ടെ. ആ സ്നേഹം നുകർന്ന് ഞങ്ങൾ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ. ഒരുപാട് നാളുകളായിട്ട് പരസ്പരം സംസാരിക്കാത്തവർ, പല മുറികളിൽ കഴിയുന്നവർ, ജീവിത പങ്കാളികൾ പോലും വ്യത്യസ്തമായിട്ട് അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ, ആശയക്കുഴപ്പങ്ങളുടെ പേരിലൊക്കെ വലിയ വഴക്കിലേക്കൊക്കെ കടന്നുപോയി ഒരു ഒടുക്കം പിരിയലിൻ്റെ വക്കിൽ വരെ എത്തിച്ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്, ജീവിത പങ്കാളികളുണ്ട്. ആവശ്യം സ്നേഹമാണ്, മാനുഷികമായ സ്നേഹമല്ല, ലോകം തരുന്ന സ്നേഹമല്ല. ഈ ബന്ധമെല്ലാം വിളക്കി ചേർത്തെടുക്കാൻ, വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഒരു സ്നേഹത്തിന് മാത്രമേ കഴിയുള്ളൂ, സ്വയം സമർപ്പിച്ച ഒരു സ്നേഹം. ആ സ്നേഹം നിനക്ക് കാണിച്ചു തന്ന ഈശോ മാത്രമാണ്. ഫിലിപ്പി 2:1-10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. കുടുംബം വിജയമാകണമെങ്കിൽ, കുടുംബം അനുഗ്രഹമാകണമെങ്കിൽ നീ സ്വയം ശൂന്യവൽക്കരിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, അവസാനം വരെ സ്നേഹിക്കാൻ പഠിക്കണം. ആ സ്നേഹം നീ അറിയുന്നത് ഈ അൾത്താരയിൽ നിന്നാണ്, ഈശോയിൽ നിന്നാണ്. കണ്ണുകൾ ഈശോയിലേക്ക് തന്നെ തുറന്നു പിടിക്കട്ടെ. ഹൃദയം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുക. വീടിൻ്റെ വാതിലുകൾ, ഭവനത്തിൻ്റെ വാതായനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി തുറന്നിടുക. അവൻ്റെ സ്നേഹം ഒരു കുളിർക്കാറ്റ് പോലെ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാ മുറികളിലേക്കും കർത്താവിൻ്റെ സ്നേഹം നിറയട്ടെ. കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹം ഒരു കുളിർത്തന്നൽ പോലെ ഈ ആരാധന സമയത്ത് ഇറങ്ങട്ടെ. നമുക്ക് വീട് പണിയാം, നമ്മുടെ കുടുംബം പണിയാം, നമ്മുടെ ഭവനത്തെ ഒരു അഭിഷേകമാക്കി മാറ്റാം, നമ്മുടെ വീടുകളെ ഒരു ആരാധനാലയമാക്കി, നമ്മുടെ മുറികളെ ധ്യാനകേന്ദ്രങ്ങളാക്കി, നമ്മുടെ ബന്ധങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്ന അഭിഷേകത്തിൻ്റെ ബന്ധങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. സ്നേഹം കൊണ്ട് ആ വീട് പണിയാം, എല്ലാവരെയും സ്നേഹിക്കാൻ, ആ സ്നേഹം പങ്കുവയ്ക്കാൻ. നമ്മുടെ കുടുംബം സ്നേഹത്തിൻ്റെ ഒരു ഗുരുകുലമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. മാതാപിതാക്കളിലേക്ക് ആ സ്നേഹം തിരിച്ചു വരട്ടെ, മക്കളിലേക്ക് ആ സ്നേഹം തിരിച്ചു വരട്ടെ. അപ്പനെ സ്നേഹിക്കാൻ, അമ്മയെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ,
ആ സ്നേഹം ഉള്ളിലേക്ക് നിറയട്ടെ. ഈശോയെ, ആ സ്നേഹം ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കെല്ലാം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം, പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരസ്പരം സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാം, ഈശോയെ, വാതായനങ്ങൾ തുറക്കേണം. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാധനയുടെ ഈ മണിക്കൂറിൽ, ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എടുത്തു കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഭവനത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിലെ പ്രായം മൂലം, രോഗാധിക്യം മൂലമൊക്കെ ക്ലേശിക്കുന്ന ഒത്തിരി ആളുകളില്ലേ? അവരെല്ലാം ഈ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തേ. ഒരു നിമിഷം നിങ്ങളുടെ ഇരു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാമോ? പ്രായമായ മാതാപിതാക്കൾ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവെ, അവരിലേക്ക് അങ്ങയുടെ സ്നേഹം ചൊരിയണമേ, അവരുടെ ആരോഗ്യം അങ്ങ് നോക്കണമേ, അവർക്ക് സന്തോഷം കൊടുക്കണമേ, അവർക്ക് അങ്ങയെ സ്തുതിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും പീഡകളും എടുത്തു മാറ്റണമേ, അസുഖങ്ങൾ, അസ്വസ്ഥതകളെല്ലാം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ യാചന കേൾക്കണമേ എന്ന് ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ, നമ്മുടെ ഭവനത്തിലോ ആശുപത്രിയിലോ ഒക്കെ ക്ലേശിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമ്മുടെ മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവർ ചെയ്യുന്ന ജോലി, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ സ്വപ്നങ്ങൾ, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഭവനത്തിലെ അസ്വസ്ഥതകൾ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥൻ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെ, ക്ലേശങ്ങളെ, അവിടെ ആകുലതകൾ, ടെൻഷനുകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ആരെങ്കിലുമൊക്കെ മരണം മൂലം വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. തമ്പുരാന്റെ വലിയ സ്നേഹത്തിലേക്ക്, ആ സ്നേഹത്തിന്റെ മടിത്തട്ടിലേക്ക് അവരെ ഒരു വലിയ സ്നേഹം നുകരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ സമയം ഈരോടികളോട് ചേർന്ന് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിച്ചേ. പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ, കർത്താവേ, യാചന നൽകണമേ ഈശോ, കർത്താവേ, യാചന നൽകണമേ. നമ്മുടെ മക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഭവനത്തിലെ യുവതി യുവാക്കളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവർക്ക് സ്നേഹം ആവശ്യമാണ്. ആ സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈശോയ്ക്കാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം. നമ്മുടെ ഭവനത്തിലെ യുവതി യുവാക്കൾ വിവാഹ തടസ്സം നേരിടുന്നവരുണ്ടാകാം, ജോലിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, പഠനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവർ, വലിയ തടസ്സങ്ങളൊക്കെ നേരിടുന്നവർ, ഒരുപക്ഷെ ചില ദുശീലങ്ങൾക്കൊക്കെ അകപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കളെ സങ്കടപ്പെടുന്നുണ്ടാകാം. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലേക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാം കൊടുക്കുക. അമ്മ ഈശോയെ നോക്കിയതുപോലെ, പിന്നീട് യോഹന്നാനെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ട് നോക്കിക്കോളും. ഈശോയുടെ കരത്തിലേക്ക് അവരെല്ലാം എടുത്തു കൊടുത്തോളും. നമ്മുടെ ഭവനത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, അവരുടെ ജീവിത സ്വപ്നങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ പഠനം, ഭാവി ജീവിതമെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളങ്ങേക്ക് പ്രാർത്ഥനയെ സമർപ്പിക്കുകയാണ്. ഈ യാചനകൾ കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ
കർത്താവേ എൻ യാചന നൽകണമേ. നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം കൊടുക്കുക. കർത്താവ് തന്ന ഒരു സുഹൃത്താണ്, ഒരു സഹയാത്രികൻ, സഹയാത്രികയാണ്. ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഈശോ തന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ്റെ യാചന കേൾക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കർത്താവ് ഈ സമയം നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, പ്രിയപ്പെട്ടവരെല്ലാം, ദൂരദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം, കുടുംബാംഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പഠനത്തിന്, ജോലിക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ ഈ സമയം അങ്ങ് അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, അവരായിരിക്കുന്ന സമയങ്ങളിൽ, നമ്മൾ ഈ ആരാധന ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ, ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം കർത്താവിൻ്റെ വലിയൊരു കൃപയിൽ, സ്നേഹത്തിൽ നിറയപ്പെടട്ടെ. അവരാ സ്നേഹം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിക്കട്ടെ. എവിടെയായിരുന്നാലും സ്നേഹം കൊണ്ട് ഒരുമിച്ചൊരു വീട് പണിയാൻ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങൾ കുടുംബമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. ജീവിത പങ്കാളികൾ ഒരുമിച്ച് ഈ ശുശ്രൂഷ കൂടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് കരങ്ങൾ ഒരുമിച്ച് പിടിച്ച്, മക്കളുടെ കരങ്ങളൊക്കെ ചേർത്ത് പിടിച്ച്, മാതാപിതാക്കളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഉയർത്തി ഒരു മനസ്സോടുകൂടി, ഒരു സ്വരത്തോടുകൂടി നിങ്ങൾ സ്തുതിച്ചാരാധിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങും. അവിടുത്തെ സാന്നിധ്യം ഒരു സ്നേഹമായി നിങ്ങളുടെ ഭവനങ്ങളെ വാർത്തെടുക്കും, മുന്നോട്ട് നയിക്കും. സ്വരമുയരട്ടെ, ഹൃദയം തുറക്കട്ടെ, ശക്തിയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുകാര്യം അമ്മയോട് ചേർന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടി, ലോകം മാനസാന്തരപ്പെടാൻ വേണ്ടി ഒരു ജപമാല നമ്മളിന്ന് ചൊല്ലി കാഴ്ചവെക്കാൻ പോവാണ്. ഈ പുണ്യപ്രവൃത്തി ചെയ്യാൻ പരിശുദ്ധ അമ്മ തന്നെ കൂടെ നിന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഇങ്ങനൊരു വലിയ പ്രവൃത്തി, ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് വഴി ഈശോയുടെ നാമം മഹത്വപ്പെടും, ലോകം മുഴുവൻ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടും. അതിന് നമ്മളും ഒരു ഭാഗമായി മാറുകയാണ്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ വലിയൊരു സ്നേഹം അനുഭവിച്ചറിയാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net. ജപമണികളിലൂടെ
ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. താങ്ങായെത്തുന്നോരമ്മ. അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ.